പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദനാണെങ്കിൽ പ്രതിമയുടെ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, പർച്ചേസിന് പോയവളെ കാണാനില്ലല്ലോ, ഒരുപാട് സമയമായല്ലോ പോയിട്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ്, അവളിങ്ങ് വന്നോളും, നീ അവൾക്ക് കൊണ്ടുപോകാനുള്ള ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ റെഡിയാക്കിയോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കനക പറയും. അപ്പോഴാണ് കേട്ടോ നന്ദു കയറി വരുന്നത്. നന്ദു കയറി വരുമ്പോൾ തന്നെ കനക ചോദിക്കുന്നുണ്ടായിരുന്നു, എത്ര സമയമായി മോളെ പോയിട്ട്, നീ എവിടെ പോയി കിടക്കായിരുന്നു, വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ വാങ്ങിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇനിയിപ്പോൾ നൈനേച്ചി എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവരാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയും, അതുകൊണ്ട് അത്യാവശ്യത്തിനെ വാങ്ങിച്ചുള്ളൂ എന്ന് പറയും. പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ SI ആവുന്നതിന് മുന്നേ നിയമം കയ്യിലെടുക്കേണ്ടി വന്നു എന്ന് പറയും കേട്ടോ, കാക്കിയിടുന്നതിന് മുന്നേ നിയമം കയ്യിലെടുക്കേണ്ടി വന്നു എന്ന് പറയും. അപ്പോൾ റോഡിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടീനോട് മോശമായിട്ട് ഒരുത്തൻ പെരുമാറിയപ്പോൾ എനിക്കിങ്ങനെ അതിങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ അടിയുണ്ടാക്കിയ കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, എന്താ നന്ദൂട്ടായത്, ഞാൻ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിന് പോകുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കയറി ഇടപെടരുത് എന്ന് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ എന്നെ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ കാണുമ്പോൾ, അതുകൊണ്ടാണ് കയറി ഇടപെട്ടതെന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കനകയാണെങ്കിലും അവിടുന്ന് നന്ദുവിനെ അങ്ങ് പറഞ്ഞയക്കുകയാണ് കേട്ടോ. പിന്നീട് ഗോവിന്ദനോടാണെങ്കിലും കനക പറയുന്നുണ്ടായിരുന്നു, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ അവളിങ്ങനെ പോലീസ് യൂണിഫോം ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത്, ഇത് കേസാവോ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കേസാവാനാ, ആ തല്ല് കിട്ടിയവൻ ചെന്ന് കേസ് കൊടുത്താൽ അവനാണ് തെറ്റ് ചെയ്തത്, അപ്പോൾ അവനെ പിടിച്ച് അകത്തിടും, അതുകൊണ്ട് കേസൊന്നും ആവില്ല എന്ന് പറയുമ്പോഴാണ് അവർക്കൊരു സമാധാനമാവുന്നത്. പിന്നീട് നവ്യാണെങ്കിലും നയനേനെ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. നയന നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അപ്പോൾ നയനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നയന പെട്ടെന്ന് തന്നെ എണീക്കുന്നുണ്ടായിരുന്നു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, തുളസിയിലിട്ട് ആവി പിടിച്ചപ്പോൾ എല്ലാം മാറി എന്നൊക്കെ പറയൂ കേട്ടോ നയനയാണെങ്കിലും. അപ്പോൾ ചേച്ചി എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങി നിൽക്കുകയാണോ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ലോണം ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാനൊന്ന് പുറത്ത് പോകാനിരിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒറ്റയ്ക്കൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അഭി എന്തായാലും നവ്യനെ കൊണ്ടുപോവില്ലല്ലോ, അപ്പോൾ ആ കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാനും കൂടെ വരാമെന്ന് നൈനയും പറയാണ് കേട്ടോ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് തലവേദനയല്ലേ, അപ്പോൾ നീ വരണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ തലവേദനയൊന്നും ഇല്ല എന്ന് പറയട്ടോ. എന്തായാലും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നന്ദോനെയും കൂടെ വിളിച്ചാലോ, എന്തായാലും അവൾ നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവല്ലേ, അപ്പോൾ അവളെയും കൂടെ വിളിക്കാമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആക്കാമെന്ന് പറയട്ടോ. എന്നിട്ട് നമുക്ക് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോയി ഇന്നിപ്പോൾ അവിടെ കൂടിയാലോ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് നവ്യം പറയാണ്. ചേച്ചി പോയിട്ട്, നവ്യല്ല നയന പറയാണ് കേട്ടോ, അപ്പോൾ ചേച്ചി പോയിട്ട് നന്ദുവിനെ വിളിച്ചോ, ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറയും. പിന്നീട് രണ്ടുപേരും റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ദേവയാനി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അമ്മ എന്തെങ്കിലും പറയുമോ എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ നീ വന്നേന്ന് പറഞ്ഞ് നവ്യനെ അനിയനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്ക് നല്ല തലവേദനയില്ലേ, ഈ വെയിലത്ത് എന്തിനാ പുറത്ത് പോകുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ തുളസിയിലിട്ട് ആവി പിടിക്കാനൊക്കെ പറഞ്ഞ ശേഷം ഞാനത് പിടിച്ചപ്പോൾ എൻ്റെ തലവേദനയൊക്കെ മാറി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ വെറുതെ കള്ളം പറഞ്ഞതാണോ, നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെറുതെ നാടകം കളിച്ചതാണോ, ഇതിലൊരു പങ്ക് അവൾക്കും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തി. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ല അമ്മായി എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദു ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാണല്ലോ, അപ്പോൾ ഒരു ദിവസം അങ്ങനെ വീട്ടിലേക്ക് പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അപ്പോൾ ആ സമയത്താണ് പറയുന്നത്, വീട്ടിലേക്കും കൂടെ പോവും, നന്ദു എന്തായാലും ട്രെയിനിങ്ങിന് പോവല്ലേ നാളെ, അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവിടെ പോയിട്ട് തങ്ങാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയൂ കേട്ടോ. ഇരുട്ടുന്നതിന് മുന്നേ ഇങ്ങോട്ട് എത്തിക്കോണം, അങ്ങനെ ആദർശിനെ ബുദ്ധിമുട്ടിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ശരി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ പോയിട്ട് വന്നോളൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അവരവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, അവളുടെ പ്രിയപ്പെട്ട അനിയത്തി നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാണ്, അവളോട് ഒരു ദിവസം അവിടെ നിൽക്കാൻ പറയേണ്ടതായിരുന്നു എന്നിങ്ങനെ ഓർക്കൂട്ടോ. പിന്നീട് നവ്യാണെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ നമ്മൾ നോക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പോകുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയുടെ മനസ്സ് മാറുന്നതിന് മുന്നേ ഇവിടുന്ന് പോകാമെന്ന് പറയും. പിന്നീട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടന് നീ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഒരു കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ നിൻ്റെ അമ്മായിയും എന്താ നിന്നെ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കാത്തത്, അവർക്ക് നിന്നോട് അസൂയാണ്, നീ സന്തോഷിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നല്ല എന്നിങ്ങനെ അതിനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മായിമ്മയുടെ തനി സ്വഭാവം ഞാനിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അതിനെ മനസ്സിലോർക്കുന്നുണ്ട്. പിന്നീട് 3 പേരും നല്ല പർച്ചേസിങ്ങിലാണ്. അപ്പം നന്ദുവിന് വേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. നവ്യാണെങ്കിൽ ഇതെങ്ങനെയുണ്ടെന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുന്ന സമയത്ത് ഡിസൈനിങ്ങിലെ കുലപതിയാണ് ആ നിൽക്കുന്നത്, അങ്ങോട്ട് ചോദിക്കുകയെന്ന് പറയുമ്പോൾ എന്തായാലും നവ്യ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പം നയനയ്ക്കാണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് കേട്ടോ. അപ്പം നയന ഇങ്ങനെ ഓരോന്ന് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നിനക്കിങ്ങനെ അവിടെ ഓരോ ദിവസം ഇടാനുള്ളത് എടുക്കാനാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, അതൊന്നും വേണ്ട ചേച്ചി എന്ന് പറയും കേട്ടോ.
അതെന്താ വേണ്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ പറയും ഇവളിപ്പോൾ മൂർത്തി ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറാണ്, ഇപ്പോൾ ഇവൾക്ക് നല്ല സാലറി ഉണ്ട്, നല്ല സാലറി വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ചേച്ചിയുടെ പണം വെറുതെ കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് നന്ദു പറയുന്ന സമയത്ത്, അങ്ങനെ വെറുതെ പണം കളയുന്ന കൂട്ടത്തിലല്ല ഞാനെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, നമ്മളെ അച്ഛനേക്കാളും ശ്രദ്ധയുണ്ട് എനിക്ക് ആ കാര്യത്തിൽ. പക്ഷേ ഇവിടെ എനിക്കിങ്ങനെ ശമ്പളം വേണ്ടാന്ന് പറഞ്ഞിട്ടും ആദർശേട്ടൻ എനിക്ക് തരികയാണ്. ആദർശേട്ടന് കൊടുക്കാന്ന് വെച്ചാൽ ആദർശേട്ടനും അത് സമ്മതിക്കില്ല. പിന്നെ വെറുതെ പണം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാനല്ലേ പണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അത് ശരിയാണെന്നൊക്കെ നവ്യം പറയാണ്. പിന്നെ എന്തായാലും അതുപോലെ തന്നെ ഇങ്ങനെ ആദർശേട്ടനാണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ സാലറി വേണ്ടാന്ന് പറഞ്ഞിട്ടും എനിക്ക് തരുന്നുണ്ട്, അത് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നീയാണ് നിന്റെ അമ്മായിമ്മയ്ക്ക് കരല് കൊടുത്തത്. അപ്പോൾ കരല് കൊടുത്ത ആ പെൺകുട്ടിക്ക് ഇങ്ങനെ 50 ലക്ഷമാണ് നിന്റെ അമ്മായിമ്മ കൊടുക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ആദർശേട്ടന് അറിയാലോ. അപ്പോൾ നീയല്ല ഇനിയിപ്പോൾ ആ കരല് കൊടുത്തതെന്നുണ്ടെങ്കിലും അവരെ ഇങ്ങനെ നന്നായിട്ട് സഹായിച്ചേനെ ആദർശേട്ടനും അമ്മാവനൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചല്ല നിന്റെ അമ്മായിമ്മയ്ക്ക് കരല് കൊടുത്തൊന്നും ആദർശേട്ടനെ അറിയാം, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെ സഹായിക്കുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ ഇങ്ങനെ അച്ഛനെ സഹായിക്കാന്ന് വെച്ചാൽ അച്ഛനും അത് സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ആദർശേട്ടൻ ഒരു വീട് തന്നെ വാങ്ങിച്ചു കൊടുത്തില്ലേ, പിന്നെ ഇങ്ങനെ അത് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള അഭിപ്രായമാണ് അച്ഛനെ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പണം അങ്ങനെ എടുത്തു വെക്കുന്നത്, അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനാണെന്നൊക്കെ പറഞ്ഞവരെന്തായാലും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ എന്തായാലും SI ആയി കഴിഞ്ഞാൽ എനിക്ക് ചിലരെയൊക്കെ ഒന്ന് അടിച്ചൊതുക്കാനുണ്ട് എന്നൊക്കെ പറയട്ടോ. അതിൽ ചിലപ്പോൾ എൻ്റെ അമ്മായിയമ്മയും അതുപോലെ തന്നെ ഭർത്താവും ഒക്കെ പെടും. ആ സമയത്ത് നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, തെറ്റ് ചെയ്തത് ആരായാലും അവിടെ സ്വന്തം ബന്ധമൊന്നും നോക്കാതെ മുഖം നോക്കാതെ ഞാൻ ഇങ്ങനെ നടപടി എടുക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം അപ്പോൾ നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറയട്ടോ. പിന്നീട് അവരെടുത്ത ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനൊക്കെ കൊടുക്കുകയാണ്. പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് വീട്ടിലേക്ക് പോയാൽ ഇനിയിപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമല്ലോ, അപ്പോൾ ഇന്ന് അവിടെ രാത്രി വീട്ടിൽ തങ്ങാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഇങ്ങനെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചാലോ, നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ നവ്യ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാമെന്ന് നൈനയും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ബില്ലൊക്കെ കൊടുത്തതിന് ശേഷം അവരാണെങ്കിലും നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇനി നമുക്ക് നല്ല ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് എപ്പോഴും ഇങ്ങനെ കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടെ. അപ്പോൾ നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ വയറ്റിൽ ഒരാളും കൂടെ ഇല്ലേ, അതുകൊണ്ട് ചേച്ചിക്ക് ഇത്തിരി വിശപ്പ് കൂടും എന്ന് പറയട്ടോ. പിന്നീട് നന്ദു ആണെങ്കിലും പോകാനായപ്പോൾ ഇങ്ങനെ വീട് വിട്ട് നിൽക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകാൻ തോന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവിടെ ചെന്നാലും ഉണ്ടാവും കുറച്ച് ദിവസം, മോൾ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ നൈന പറയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ അവർ വാങ്ങിച്ച സാധനത്തിൻ്റെ ബില്ല് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നന്ദു ആണ് അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഒരുപാടായാലും ചേച്ചിന്ന്. അപ്പോൾ നന്ദുവിനോട് നൈന പറയുന്നുണ്ടായിരുന്നു, മോൾ അതൊന്നും ഇങ്ങനെ നോക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നൈന ബില്ലൊക്കെ അടച്ച് പിന്നെ അവർ നേരെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നൈന ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നിനക്ക് ഇങ്ങനെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഭക്ഷണം വാരി തന്നിരുന്നത് ചേച്ചിയൊന്നല്ല ഞാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. നൈനയാണ് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ വാരി കൊടുത്തിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നവ്യക്കാണെങ്കിലും ചെറിയൊരു വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീടാണെങ്കിലും നൈന പറയുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് നിന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ എടുത്ത് നടക്കുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ നവ്യ ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും അല്ല കേട്ടോ മോളെ, ഇങ്ങനെ നീ ഇങ്ങനെ SI ആവാൻ പോകുന്നതുകൊണ്ട് ഇവള് വെറുതെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവളിങ്ങനെ സോപ്പിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എനിക്കിങ്ങനെ ഒരു SIക്ക് കിട്ടുന്നതിനേക്കാളേറെ ശമ്പളം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് ഞാൻ ശമ്പളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഇവളെ SI ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പലരെയും ഇതാക്കാലോ എന്നുള്ള ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം എന്തായാലും അവർ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നീട് ഇങ്ങനെ അബി അതുപോലെ തന്നെ ജലജയ്ക്ക് ഒരുപാട് തെറ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇവളുടെ അമ്മായിയമ്മയ്ക്ക് ഇങ്ങനെ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് അനാമികയല്ലേ എന്നൊക്കെ പറയൂ കേട്ടോ. അത് അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, അത് മാത്രമല്ല ആദർശേട്ടൻ്റെ അമ്മ അവൾക്കൊരു മാല കൊടുത്തായിരുന്നു, അതും മോഷണം പോയല്ലോ, ഇനിയിപ്പോൾ നന്ദു SI ആയിട്ടുണ്ടെങ്കിൽ പഴയ കേസൊക്കെ കുത്തിപ്പൊക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞ് സെൽഫി എടുക്കും കേട്ടോ. എന്നിട്ട് ഇത് അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, ചിലപ്പോൾ ഇങ്ങനെ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അമ്മയ്ക്ക് നമ്മളിങ്ങനെ കൂടെ കൊണ്ടുവരാത്തതുകൊണ്ട് ചിലപ്പോൾ അമ്മ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നന്ദു പറയാണ്, ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ അമ്മേനെ വിളിച്ചതാണല്ലോ, അമ്മ അത് മാത്രമല്ല എനിക്ക് കൊണ്ടുപോകാനുള്ള ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലുമാണ്, അതുകൊണ്ട് അമ്മ ഒന്നും പറയില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അയച്ചു കൊടുക്കണ്ട, ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഒരു
സെൽഫി എടുക്കാമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇങ്ങനെ തിരിച്ചു പോകണോ എന്നൊക്കെ നന്ദു ചോദിക്കുന്ന സമയത്ത് അത് വേണമെന്ന് പറയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ആദർശേട്ടം വൈകിട്ട് വരും, അപ്പോൾ അതിനുശേഷം തീരുമാനിക്കാൻ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ നല്ല രീതിയിലാണ് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ വെറുതെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് അതിനെ അവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പോൾ എന്തായാലും ആദർശേട്ടൻ വന്നിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവർ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നന്ദുവിന് നെറുകയിൽ കയറുന്നുണ്ട്. അപ്പോൾ നയനിയാണെങ്കിലും നവ്യാണെങ്കിലും പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ഫുഡ് കഴിച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് ഇങ്ങനെ ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ഇങ്ങനെ നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ കാക്കിയിടുന്നതിന് മുന്നേ പോലീസുകാർ നിന്റെ കൂടെ വരാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയും അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നീട് എന്തായാലും അതിൽ നിന്ന് പോലീസുകാരൊക്കെ ഇറങ്ങുകയാണ്. അബി അന്ന് അടിച്ച് ശരിയാക്കിയല്ലോ, അയാളാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അയാൾ ഇറങ്ങിയിട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിലാരാ നന്ദു എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ നന്ദുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണ് നാളെ ഇങ്ങനെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ കാക്കിയിടുന്നതിന് മുന്നേ നിയമൊക്കെ കയ്യിലെടുത്ത് തുടങ്ങിയോ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിനോട് വണ്ടിയിൽ കയറാൻ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ നയനി അതുപോലെ തന്നെ നന്ദും പറയുന്നുണ്ട് കേട്ടോ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിനക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നീ ഇങ്ങനെ SI ടെസ്റ്റൊക്കെ പാസ്സായതല്ലേ, ബുദ്ധിക്കൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അറിവ് എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനാണെങ്കിലും എന്താ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ വരാമെന്നൊക്കെ അവരും പറയുന്നുണ്ട്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അങ്ങ് വരാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, തെറ്റ് ചെയ്തവരെ മാത്രമേ ഈ വണ്ടിയിൽ കൊണ്ടുപോകുള്ളൂ, അല്ലാതെ കുടുംബക്കാരെ മൊത്തം ഇതിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയാണ് എന്തായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. പിന്നീട് ഇങ്ങനെ ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികൾ ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ആ സമയത്ത് അത് ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാനതൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറയട്ടെ. അപ്പം നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുവെയുള്ള കാര്യം പറഞ്ഞതാണെന്നൊക്കെ പറയും. അപ്പോൾ എന്ത് തെറ്റാ അവൾ ചെയ്തതെന്നൊന്ന് പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് എന്തായാലും ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, അത് അവിടെ സ്റ്റേഷനിൽ കൊണ്ട് ചെന്നിട്ട് പറയാമെന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്തായാലും അങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അറിയാലോ കാര്യം. ആ വണ്ടിയിൽ കയറാൻ പറയുമ്പോൾ നന്ദു പറയാണ് ചേച്ചി ഒന്നും വിഷമിക്കേണ്ട, എന്തായാലും ഞാൻ ഇവരുടെ കൂടെ പോയിട്ട് വരാം. എനിക്കിങ്ങനെ ഇതിന് മുന്നേ ഞാനിങ്ങനെ പോലീസ് വാഹനത്തിൽ കയറിയിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഭാവിയിൽ ഞാൻ ഇതിൽ തന്നെയല്ലേ കൂടുതൽ സഞ്ചരിക്കേണ്ടത്, അതുകൊണ്ട് ഇതൊക്കെ ഒരു പ്രാക്ടീസ് ആയിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തായാലും കാര്യം അറിയാലോ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ എന്തായാലും ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ. നന്ദു പോകുന്നതിന് മുന്നേ നയനയോട് പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഈ കാര്യം എന്തായാലും അറിയണ്ട എന്ന് പറഞ്ഞിട്ടാണ് നന്ദു പോകുന്നത്. അപ്പോൾ പോലീസുകാരനാണെങ്കിലും പിന്നീട് നയനയോട് പറയുന്നുണ്ടായിരുന്നു വേണ്ടപ്പെട്ടവരെല്ലാം അങ്ങനെ അറിയിച്ചോളൂ, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും അവരങ്ങ് പോകുന്ന സമയത്ത് നയനയും അതുപോലെ നവ്യ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഇത് മനഃപൂർവ്വം അവളെ ഇങ്ങനെ ആരോ കുടിക്കിയതാണെന്നാണ് എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ നയനി അത് പറയാൻ കേട്ടോ, എനിക്കും അങ്ങനെയാണ് തോന്നിയതെന്ന് ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട്.